നൂറുകണക്കിന് JCBയുടെ ഇടയിലൂടെയാണ് ഞാൻ നടന്നു വരുന്നത്. ഞാനുള്ളത് കൊട്ടാരക്കര MC റോഡിന് സമീപത്താണ്. കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് ഓണേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കൊട്ടാരക്കരയിൽ നടക്കുന്ന വാടക വർധനവിന്റെ ഭാഗമായുള്ള വിളംബര റാലിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. കൺസ്ട്രക്ഷൻ ഓണേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ രീതിയിൽ ഒരു വലിയ വിളംബര റാലി നടക്കുന്നത്, അല്ലേ? അപ്പോ ഇതൊരു ഗംഭീരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. ഓക്കെ, എന്താണ് ഈ ഒരു വിളംബര റാലിയിൽ ഉദ്ദേശിക്കുന്നത്? ഞങ്ങള് കാർഷിക നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന മണ്ണുമാന്തി യന്ത്രങ്ങൾ, അതായത് പെട്ടെന്ന് പറഞ്ഞാൽ JCB, ഹിറ്റാച്ചി പോലെയുള്ള വാഹനങ്ങളുടെ ഉടമകളുടെ ഏക സംഘടനയാണ് കേരളത്തിൽ. അപ്പം ഏകദേശം ഈ ഒരു തൊഴിൽ മേഖല രൂപപ്പെട്ടിട്ട് 10-30 വർഷമായി. 95-2000 കാലഘട്ടങ്ങളിലാണ് ഇത് സാധാരണയായി വന്നിട്ടുള്ളത്. അന്ന് മുതൽ ഇന്ന് വരെ നമുക്കൊരു സംഘടിതമായിട്ടുള്ളൊരു സംഘടന നമ്മുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതോ അല്ലെങ്കിൽ സർക്കാർ അല്ലെങ്കിൽ മറ്റുള്ള ഉദ്യോഗസ്ഥ തലങ്ങളിൽ നിന്നൊക്കെയുള്ള ചൂഷണങ്ങളിൽ നിന്നൊക്കെ മോചിതരാകുന്നതിന് വേണ്ടിയൊന്നും നമുക്കൊരു സംഘടിത രൂപം അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടൊരു അസോസിയേഷൻ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെയാണ് 2019 കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് ഓണേഴ്സ് അസോസിയേഷൻ എന്ന പേരിൽ CA രൂപപ്പെട്ടു വരുന്നത്. അതിനുശേഷം ഈ 2025 ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് കേരളത്തിലുടനീളം എല്ലാ ജില്ലകളിലുമായി ഏകദേശം 6000-ൽ പരം മെമ്പർമാരും എല്ലാ ജില്ലകളിലും അടിസ്ഥാനപരമായി മേഖലാതലം തൊട്ട് ജില്ലാ കമ്മിറ്റി അടക്കം സംസ്ഥാന കമ്മിറ്റിയോട് പ്രവർത്തിച്ചിരിക്കുന്ന മാതൃകാപരമായ സംഘടനയാണ് ഇപ്പോൾ CA. അപ്പോൾ ഈ നിലവിലുള്ള വാടക കഴിഞ്ഞ കാലങ്ങളിൽ 10-30 വർഷമായിട്ട് നമുക്കൊരു വാടക വർധന സാധ്യമായിട്ടില്ലായിരുന്നു. കാരണം ഈ പറഞ്ഞ സംഘടിത രൂപം ഇല്ലാത്തതൊന്നും ഐക്യത ഒരുമ ഇല്ലാത്തതൊന്നും അത് നടന്നിട്ടില്ല എന്നതാണ്. എന്നാൽ ബാക്കിയുള്ള ഞങ്ങളുടെ ഡീസൽ അടക്കമുള്ള വണ്ടി വില അടക്കമുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വില അടക്കമുള്ള ജീവിത ചെലവുകളടക്കം എല്ലാം ഈ കാലങ്ങളിൽ ഒരു 10 ഇരട്ടി മുതൽ 20 ഇരട്ടി വരെ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തൊഴിൽ മേഖല ഇനി മുമ്പോട്ട് പോകാൻ സാധ്യമല്ലാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ ഒരുമിക്കാൻ തീരുമാനിച്ചത്. അതിലൂടെ ചെറിയ രീതിയിൽ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഞങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ മാത്രമാണ് ഞങ്ങൾക്ക് വാടക വർധനവ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ഒക്ടോബർ 1-ാം തീയതി മുതൽ കേരളത്തിലുടനീളം എല്ലാ ജില്ലകളിലും പ്രാദേശികമായിട്ടുള്ള അടിസ്ഥാന കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് മറ്റുള്ളവർക്കൊന്നും ദോഷം വരാത്ത രീതിയിൽ ഉള്ള വർധനവ് ജില്ലാ തലങ്ങളിൽ അതാത് ജില്ലകൾക്ക് അനുസൃതമായി കൊടുത്തിട്ടുണ്ട്. അത് നടപ്പിലാക്കി വരികയാണ്. പക്ഷേ ഇത് ആദ്യമായിട്ടായിരിക്കും അല്ലേ ഇത്രയും വലിയ രീതിയിലൊരു ഞങ്ങൾ ഇതിനു മുമ്പ് ഒക്ടോബർ 1-ാം തീയതി വാടക വർധന നടപ്പിലാക്കിയപ്പോൾ ആദ്യം കൊല്ലം മേഖല, കൊല്ലം ടൗണിൽ ആശ്രാമ മൈതാനത്ത് വലിയൊരു റാലി നടത്തുകയുണ്ടായി. പിന്നീട് പല മേഖലകളും നടന്നു. ചാത്തന്നൂർ നടന്നു, കടയ്ക്കൽ നടന്നു, പത്തനാപുരത്ത് നടന്നു, കുന്നത്തൂർ നടന്നു, ചവറ നടന്നു. അങ്ങനെ എല്ലാ മേഖല അടിസ്ഥാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊട്ടാരക്കര എന്ന് പറയുമ്പോൾ നമ്മൾ കൊല്ലം ജില്ലയുടെ ഏകദേശം മധ്യ ഭാഗത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അപ്പോൾ അവിടെ ഏറ്റവും അവസാനമായിക്കോട്ടെ ജില്ലയിൽ മാത്രമാണോ ഇത്രയും? അല്ല, ഒരു മേഖലയിലെ മാത്രമാണ്, കൊട്ടാരക്കരയിലെ മാത്രമുള്ള ഉടമകളുടെ വാഹനങ്ങളാണ്. ഇതെന്താണെന്ന് വെച്ചാൽ സംരംഭ പ്രതിഷേധമൊന്നുമല്ല. ഞങ്ങൾ ഈ വാടക വർധന ജനങ്ങളിലേക്ക് എത്തിക്കുക, അവരിത് അറിയുക എന്നുള്ള നിലയിൽ ഒരു വിളംബര റാലിയാണ് ഇന്ന് നടത്തുന്നത്. വാടക വർദ്ധിച്ചു എന്നറിയിക്കുന്നതിനുള്ള വിളംബര റാലിയാണ്. നമ്മുടെ റോഡിന് എന്തെങ്കിലും തരത്തിലുള്ള സമീപന സീസൺ ആയതുകൊണ്ട് അതിൻ്റെതായ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുലവൻ ജംഗ്ഷനിലൊന്നും ഒരു ഗതാഗത തടസ്സം ഉണ്ടാകാത്ത രീതിയിൽ വിട്ടു പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ ഞങ്ങളുടെ ആൾക്കാരാ ചിലപ്പോൾ ഒരുമിച്ച് ഏതായാലും വിളംബര റാലിക്ക് എല്ലാവിധ ആശംസകളും. ശരിക്കും പറഞ്ഞാൽ കൊട്ടാരക്കരയെ ആകെ ഇളക്കി മറിച്ചുകൊണ്ട് നമ്മുടെ ഈ MC റോഡിലൂടെ പോകുന്ന ഈ ഒരു വിളംബര റാലിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഈ വാടക വർധനവ് ഈ നിലവിലുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാ മേഖലകളിലും വില വർധന ഉണ്ടായ സാഹചര്യത്തിലാണ് ഇത്തരം JCB, ഹിറ്റാച്ചി ഓപ്പറേറ്റർമാർക്കും ഇത്തരത്തിൽ നിശ്ചിത രീതിയിലുള്ള ഒരു വാടക വർധനവ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ വിളംബര റാലിക്ക് എല്ലാവിധ ആശംസകൾ.